ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് പതുപോലെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യക്ക് എത്രത്തോളം അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ചില നേർക്കാഴ്ചകളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട, ഇപ്പൊ നമ്മളതിനെ ഇംഗ്ലീഷിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് അതിന്റെ ഗുണവും മറ്റൊരു രാജ്യത്തിന് അതിന്റെ ദോഷമുണ്ട്. ദോഷം ഇൻ ദ സെൻസ്, നമ്മൾ ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് നോക്കുമ്പോൾ ഇപ്പം ഒരു രാജ്യം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചൈന ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൽ ഇന്ത്യക്ക് ഇമ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ടും ഉണ്ട്. അതായത് ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും, ചൈനയിലേക്ക് നമ്മൾ എക്സ്പോർട്ടും ചെയ്യും. അതുപോലെ തന്നെ ചൈനയും അവർ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, ഇന്ത്യയിൽ നിന്ന് അവർ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഇമ്പോർട്ടും, അതായത് നമുക്ക് ട്രേഡ് ഉള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ട്. കാരണം ഒരു കാര്യം മാത്രം നടക്കത്തില്ല. കാരണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മീൻസ് ബയലാറ്ററൽ റിലേഷൻസ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ തുല്യമായിട്ടുള്ളതിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കത്തില്ല. അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു തുല്യതാക്രമം നമുക്ക് ആ ഒരു കാര്യത്തിൽ ഉണ്ടാകത്തില്ല തീർച്ചയായും. കാരണം അത് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇന്നലെ പണ്ടായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു രാജ്യത്തിന് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തിന് അത്രയും അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിലുള്ള വ്യാപാരത്തിലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്കിവിടെ ഉൽപാദനം നടത്തേണ്ട മേഖലയിൽ നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ആയാലും മറ്റ് സ്പെയർ കമ്പോണൻസ് ഇതുപോലുള്ള കാര്യങ്ങളുടെ ആ ഒരു മേഖലയിൽ നമ്മൾ ചൈനയെ 30% നമ്മൾ ആശ്രയിക്കുന്നു. അത് ഓവർ ഡിപ്പെൻഡൻസ് ആണ്. ശരിക്കും അതൊരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു രാജ്യത്തെ മാത്രം ഇത്രയധികം ആശ്രയിക്കുന്നത് വളരെ ഡേഞ്ചറാണ്, അല്ലെങ്കിൽ വളരെ നമുക്ക് ഏറ്റവും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരുന്നൊരു കാര്യമാണ്. ഓൾറെഡി നമ്മളത് ഫേസ് ചെയ്യുന്ന റിയാലിറ്റിയാണ്, ഇനി ഉണ്ടാകാനൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 30% മുകളിൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യത്തിലല്ല. ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഫൈനലി കൺസ്യൂം ചെയ്യാനുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ നമ്മളിപ്പം അതൊരു വിഷയമാണ്. എന്നാൽ തന്നെയും ഇത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പല കാര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആ നിർമ്മാണത്തിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് നമ്മുടെ നിർമ്മാണത്തിന് വേണ്ട റോ മെറ്റീരിയൽസ്, ഇൻപുട്സ്, ഇൻഡസ്ട്രിയൽ ഇൻപുട്ട് എന്നൊക്കെ പറയും, ഇൻഡസ്ട്രിയൽ ഇൻപുട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ഇതൊക്കെ തന്നെ നമ്മൾ റോ മെറ്റീരിയൽസ്, സ്പെയർസ്, കമ്പോണൻസ്, ഇതിനൊക്കെ തന്നെ നമ്മൾ 30%-ലേറെ ചൈനയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് വളരെ ഭീതി പരത്തുന്ന അല്ലെങ്കിൽ വളരെ ആശങ്കാകരമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ടോട്ടൽ ഇമ്പോർട്ടിൽ നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ട്, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന, ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ടിൽ 16%-ന് മുകളിൽ, അല്ലെങ്കിൽ ഏകദേശം 16%-ഓളം ചൈനയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നുവെച്ചാൽ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ ഡോമിനൻസ്, അതാണ് ചൈനയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യവും ചൈനയാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരു ചൈനയ്ക്ക് നമ്മുടെ മേലുള്ള ഈ ഒരു ഡോമിനൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ഇക്കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മളുടെ രാജ്യത്തിന്റെ റിക്വയർമെന്റ്സിന്റെ, അതായത് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാവസായികമായി ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ അസംസ്കൃത വസ്തുക്കളും സാധന സാമഗ്രികളെല്ലാം ഉൾപ്പെടെ നമ്മൾ ഏകദേശം 30.8%-ഓളം ഇതിനെ ചൈനയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ഒരു GTRI എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ട് ഏകദേശം $774.98 ബില്യൺ 2025-26. ഇതിനകത്തിൽ 131.63% ചൈനയിൽ നിന്നാണ്. അതാണ് നമ്മൾ പറയുന്നത് 16%. അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ത്യ 2025-26 മൊത്തം ഇറക്കുമതി ചെയ്തത് $774.98 ബില്യൺ കാര്യങ്ങളായിരുന്നു. അത് പ്രോഡക്റ്റും ഒരുപക്ഷെ പിന്നെ ഇതിനകത്തിൽ സർവീസ് വരുമെന്നറിയില്ല. കണ്ടയുടെ ഇമ്പോർട്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇമ്പോർട്ട് ഓഫ് പ്രോഡക്ട്സ്, മെർച്ചൻഡൈസും കാണും, ചിലപ്പോൾ സർവീസും കാണും. എന്തുവായാലും നമുക്ക് ജനറലായിട്ട് ഇമ്പോർട്ട്
ഇന്ത്യ ഇറക്കുമതി ചെയ്തത് 774.98 ബില്യൺ. അതിനകത്തിലെ $131.63 ബില്യൺ ചൈനയിൽ നിന്നാണ് നമ്മൾ 2025-26 സാമ്പത്തിക വർഷം നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഏകദേശം 16% ചൈനയിൽ നിന്നും. അപ്പൊ ഇങ്ങനൊരു സിംഗിൾ സപ്ലയറെ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻപുട്സിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ചില ക്രിട്ടിക്കലായിട്ടുള്ള ചില സെക്ടേഴ്സ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, ക്ലീൻ എനർജി. അപ്പൊ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പം സോളാർ ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നതാണ് സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമ്മൾ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ ചൈന ഏതെങ്കിലും രീതിയിൽ അതിനകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഡിസ്റപ്ഷൻ വരുത്തുകയോ എന്നുവെച്ചാൽ അവരേതെങ്കിലും തരത്തിലുള്ള എക്സ്പോർട്ട് ബാൻ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ടാരിഫ് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മളിപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പോലുള്ള ഏതെങ്കിലും ഗ്ലോബൽ ക്രൈസിസ് കാരണം ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻ ഒക്കെ തന്നെ നമ്മളെ കഷ്ടത്തിലാക്കും അല്ലെങ്കിൽ നമ്മളെ വലയ്ക്കും എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. ജിയോ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ കൊമേഴ്സ്യലോ ആയിട്ടുള്ള ഡിസ്റപ്ഷൻസ് ഒക്കെ തന്നെ വരാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ ചൈന തൈവാൻ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഇത് വലിയൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ GTRI എന്ന് പറയുന്ന തിങ്ക് ടാങ്കിന്റെ അനാലിസിസ് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ ഇമ്പോർട്ട്സ് ഏകദേശം, അതായത് നമ്മളുടെ 82.6% വരുന്ന $82.6 ബില്യൺ ശതമാനമല്ല, $82.6 ബില്യൺ US തുല്യമായിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ട് എല്ലാം തന്നെ ഇലക്ട്രോണിക്സ്, മെഷീനറി, കമ്പ്യൂട്ടേഴ്സ്, ഓർഗാനിക് കെമിക്കൽസ് ഈ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നല്ലൊരു ശതമാനം $131.63 ബില്യൺ ടോട്ടൽ ഇമ്പോർട്ടിൽ ഈ $82.6 ബില്യൺ ഇമ്പോർട്ടും ഈ പറഞ്ഞ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏകദേശം 66% ഇമ്പോർട്ട്, ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്റെ 66% ഈ പറഞ്ഞ മേഖലകൾ, അതായത് ഇലക്ട്രോണിക്സ്, അതായത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ അതേതാണ്, മെഷീനറി, കമ്പ്യൂട്ടേഴ്സ്, ഓർഗാനിക് കെമിക്കൽസ് ഈ പറഞ്ഞ മേഖലകളെയൊക്കെ തന്നെയാണ് അത് കവർ ചെയ്യുന്നത്. അപ്പോഴതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഈ മേഖലകളൊക്കെ തന്നെ വൻതോതിൽ ചൈനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇപ്പം നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ അമേരിക്കയിലോട്ടൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ ഇതിന്റെ ഇൻപുട്ടും ഒക്കെ തന്നെ ചൈനയിൽ നിന്ന് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ഇതിന്റെ കമ്പോണൻസും റോ മെറ്റീരിയൽസും ഒക്കെ തന്നെ ചൈനയിൽ നിന്ന് വരണം. അപ്പൊ ചൈന ഇതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുന്നത് പണി നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റൊക്കെ തന്നെ ഭയങ്കരമായിട്ട് അട്ടിമറിക്കപ്പെടും. നോർമൽ കേസിൽ അങ്ങനെ സംഭവിക്കത്തില്ല, എന്നാലും രാജ്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ട്രേഡ് വാറിലും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, ഇപ്പൊ യുദ്ധം നേരിട്ടുള്ള ബോംബിങ്ങും ഡ്രോൺ അറ്റാക്കും മാത്രമല്ല, ഇതുപോലുള്ള ട്രേഡ് വാർ അല്ലെങ്കിൽ ഇക്കണോമിക് വാറൊക്കെ നടക്കാം. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ചൈന ഏതെങ്കിലും തരത്തിലുള്ള ബാൻ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസ്റപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ എക്സ്പോർട്ട് സെക്ടറിനെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇത് ഈ നമ്മുടെ ഇലക്ട്രോണിക്സ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക്സ്, മെഷീനറി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് ഇമ്പോർട്ടിൽ നമ്മൾ ചൈനയെ 43% ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെഷീനറി ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്ത് 40%, അതുപോലെ തന്നെ മെഷീനറി കമ്പ്യൂട്ടർ 40%, അതുപോലെ തന്നെ ഓർഗാനിക് കെമിക്കൽസ് 44% നമ്മൾ ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ വേണം നമ്മൾ ഈ ഫേസ് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോർ ഇൻപുട്സ് ആണ്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഇക്കോസിസ്റ്റത്തെ നമുക്ക് ഇതില്ലാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഈ ഉൽപാദനങ്ങൾ നടക്കണമെങ്കിൽ, ഇപ്പം മൊബൈൽ ഫോണിന്റെ ആയാലും മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ഒക്കെ തന്നെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, മെഷീനറീസ്, ഓർഗാനിക് കെമിക്കൽസ്, ഇതിൻ്റെയൊക്കെ ഈ മേഖലകളിലൊക്കെ ഉൽപാദനം നടക്കണമെങ്കിൽ നമ്മൾ ചൈനയെ ആശ്രയിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു ഡിസ്ക്രിഷണറി പർച്ചേസ് എന്നല്ല പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ മേടിക്കാതിരിക്കാം എന്നുള്ള രീതിയിലല്ല. ഇത് നമുക്ക് വളരെ
കോർ ഇൻപുട്സ് ആണ്, നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കിതിനെ ചൈനയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം, ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇത്രയും മാസീവ് സ്കെയിലൊന്നും മറ്റു രാജ്യങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇലക്ട്രോണിക് പാർട്സിൻ്റെയും ഇ വി ബാറ്ററീസ്, സോളാർ മൊഡ്യൂൾസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു സോളാർ മൊഡ്യൂൾസ്, APIs ആൻഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ചൈനയെ ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യവസായങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റപ്ഷൻസ് വരികയാണെങ്കിൽ നമുക്കിത് വൻതോതിലുള്ള സെറ്റ് ബാക്ക് അല്ലെങ്കിൽ തിരിച്ചടികൾ സംഭാവന ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ എക്സ്പോർട്ടൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സപ്ലൈ ചെയിൻ എല്ലാം, നമ്മുടെ ഈ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻ എല്ലാം ചൈനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ചൈനയിൽ നിന്നുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ കമ്പോണൻസ്, സ്പെയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഉൽപ്പാദനം നടത്തി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു റിസ്ക് ആയിട്ട് ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ബേസ് എക്സ്പാൻഡ് ചെയ്യുക, വളർത്തിയെടുക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് കപ്പാസിറ്റി, ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ ഈ കപ്പാസിറ്റിയെ നമുക്ക് ഇൻക്രീസ് ചെയ്യുക, അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻസ് ഡൈവേഴ്സിഫൈ ചെയ്യുക, ചൈനയെ മാത്രം ആശ്രയിക്കാതെ മറ്റു രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട കോർ ഇൻപുട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ ഇൻപുട്സ്, ഇൻഡസ്ട്രിയൽ ഇൻപുട്സ് ഒക്കെ നമുക്ക് അക്സസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുള്ള സിമിലർ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു. ഇപ്പം നമ്മൾ ഓയിലിൻ്റെ കാര്യം പറഞ്ഞത്, മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ മറ്റു പല രാജ്യങ്ങളെയും പിന്നെ ക്രൂഡ് ഓയിലിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കും ചൈനയെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ ഇത് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ മാത്രം 30% മുകളിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അത് 30% താഴേക്ക് നമ്മൾ കൊണ്ടുവരിക, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻപുട്സിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡെഫിസിറ്റിന്റെ കാര്യം മാത്രമല്ല, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡിൽ ഇന്ത്യക്ക് ഡെഫിസിറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വ്യാപാര കമ്മി ഉണ്ട് എന്നുള്ളൊരു വിഷയം മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഉൽപാദന മേഖലയെ ഉൽപാദന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളാണ്. അതുകൊണ്ട് നമുക്കിതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 2021 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ എക്സ്പോർട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ചൈനയിലേക്കുള്ള നമ്മുടെ എക്സ്പോർട്ട് ഏകദേശം 19.5 ബില്യൺ ഡോളറിലേക്ക്, അതായത് 2021 ഫിനാൻഷ്യൽ ഇയറിലെ ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ അതിന് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇമ്പോർട്ട് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് 131.6 ബില്യനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 112.1 ബില്യൺ ഡോളറിന്റെ 2025-26 കാലഘട്ടത്തിൽ 112.1 ബില്യൺ ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമുക്ക് ചൈനയായിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ മിലിറ്ററി ബജറ്റ് പോലും അത്രയില്ല, അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് ചൈനയുമായിട്ടുള്ള വ്യാപാര കമ്മി. അപ്പം നമ്മൾ ഇത്രയും പൈസ നമ്മൾ ചൈനയിലേക്ക് ഒഴുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തു നിന്നും ഈ പൈസ ഉപയോഗിച്ചാണ് ചൈന പിന്നെ പാകിസ്ഥാനെ വളർത്തുന്നതും ബംഗ്ലാദേശിനെ വളർത്തുന്നതും ഇന്ത്യക്കെതിരെ നിലനിൽക്കാൻ വേണ്ടിയും. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയുള്ള സകലമാന പരിപാടികളും നമ്മളുടെ പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടാണ്. കാരണം സമ്പദ് മേഖലയിലുള്ള ത്രെട്ടും നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയേണ്ടതും ചെയ്യാൻ കഴിയേണ്ടതെന്ന് മാത്രമല്ല, അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്തേ മതിയാകും. കാരണം ഈ ട്രേഡ് ഡെഫിസിറ്റ് ഇങ്ങനെ ബലൂൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യയെ ദുർബലപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യ നശിപ്പിക്കുന്നതിനും വേണ്ടി നമ്മൾ ചൈനയ്ക്ക് പൈസ കൊടുക്കുന്നതിന് തുല്യമായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല, അമേരിക്കയൊക്കെ സംബന്ധിച്ച് വലിയ ത്രെട്ടാണിത്. നമുക്കറിയാം, അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇക്കോസിസ്റ്റം തന്നെ ചൈനയിൽ നിന്നും ഉള്ള ഇൻപുട്സിന് ഏതാണ്ട് 10,000-ഓളം വരുന്ന ചൈനീസ് കമ്പനികളെ ആശ്രയിച്ചാണ് അമേരിക്കയിൽ ഈ പറഞ്ഞ അവരുടെ ഡിഫൻസ്
പിന്നെ സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടറും ഒക്കെ തന്നെ. അപ്പം ചൈനയും ഇന്ത്യ മാത്രമല്ല, അമേരിക്ക പോലുള്ള വലിയൊരു രാജ്യവും ഒക്കെ തന്നെ ഈ വലിയൊരു ചൈനയിൽ നിന്നുള്ള ഈ ഭീഷണി നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കിത് ഒരിക്കലും എന്താണ് പറയുന്നത്, ഈ നൂറിൽ പരം ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി നമുക്ക് ഇതെന്ന് നികത്തി നമുക്ക് അനുകൂലമാ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു ഭീഷണിയാണ്, വലിയ ആശങ്ക തരുന്നൊരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ.